ജാഫർ ഇടുക്കി നല്ല ദേഷ്യമൊക്കെ വരുന്ന ആളാണോ? അയൽവാസികളെയൊക്കെ ചീത്ത പറയൂ? ആ ചുരുളി സിനിമയെ കണ്ടു. അതോ സിനിമയല്ലേ? സിനിമയല്ലേ? ഈ പടത്തിന്റെ ഷൂട്ടിങ്ങിന് ഇവനെ വിളിച്ചപ്പോഴേ ഇവന്റെ വൈഫും ഒക്കെ കൂടി ഷൂട്ട് കാണാനായിട്ട് പോയി. ഫസ്റ്റ് സീൻ എടുത്തോണ്ട് കഴിഞ്ഞിട്ട് അവര് ഇവനോട് പറയാതെ തന്നെ തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ ഒരു 6-7 മാസം ഇവനുമായിട്ട് മിണ്ടിയിട്ടേ ഇല്ല. എടുത്തതിന് ശേഷം പുറത്ത് പറയാനുള്ളത് ഇത്രയും തെറിയ നാട്ടിൽ പറഞ്ഞ അവര് കേട്ടിട്ടില്ല. അല്ല അതെ, പക്ഷെ ജാഫർ അത് വളരെ സ്വസിദ്ധമായി ചെയ്തിരിക്കുന്നു. അതെ, കേട്ട് പരിചയമുള്ളതുപോലെ. താങ്ക് യു. അല്ല, വീട്ടിൽ നിന്ന് 2 ദിവസം ആഹാരം കൊടുത്തായിരുന്നു, മൊത്തം 125 പേർക്കാൻ. എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഈ ഷൂട്ടിംഗുകാർക്ക് തൊട്ടടുത്തല്ലേ 20 മിനിറ്റ് യാത്രയോടെ എന്റെ വീട്ടിൽ നിന്ന് ഈ ലൊക്കേഷൻ കാട്ടില്. അവിടെ ഭക്ഷണം കൊടുത്തോളൂ. പക്ഷെ അവിടെ നടന്ന സംഭവം എന്താ വെച്ചാൽ എന്റെ മക്കളല്ല വന്ന് ഈ ഡയറക്ടർ സാർ അവിടെ ഇരിക്കുമ്പം എല്ലാവരും കൂടി ഇരിക്കുക. ലിയോ സാറൊക്കെ ഇരിക്കുമ്പോഴത്തേനും അപ്പൊ അദ്ദേഹം അല്ലല്ല അവിടുത്തെ ഒരു മെമ്പറും അവിടുത്തെ ആരോ വന്നു, ഒരു ടീച്ചറും എല്ലാം കൂടെ വന്നു. സാറേ, ഞങ്ങളുടെ LP സ്കൂൾ ഇവിടെ 28 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പം സാറിന്റെ ഷൂട്ടിങ് ഒന്ന് കാണാനായിട്ട് നാളെ കുട്ടികളെ കുറച്ചുകൂടെ നിലവാരം കൂടി സിനിമയാണ്, കുട്ടികൾക്ക് മനസ്സിലാകത്തില്ല. അല്ല, അത് എന്നാന്ന് പറയാ, അത് എന്ന് പറയുമ്പോ അയ്യോ സാറേ അതെന്നാ ഞങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടില്ല അതുകൊണ്ടാ ആദ്യമായിട്ട് കാണാൻ. സാർ ഒന്നും പറയരുത്. അപ്പൊ ഇങ്ങേർക്ക് പറയണമെന്നുണ്ട്. അയ്യോ വരല്ലേ എന്ന് പറയണത് ആ പ്രസിഡന്റ് മെമ്പറേന്നും പറഞ്ഞ് പോയി. നേരം പെടുത്തപ്പോ 28 ഉള്ളിലില്ല ഇങ്ങനെ റിബണൊക്കെ കെട്ടി ലൈനായിട്ട് വന്നു. അങ്ങോട്ട് കേറി ലുക്മാൻ ഞാനൊക്കെ കൂടെയുള്ള അറമ്പന്ന സാധനം അങ്ങോട്ട് കേറി വന്ന വഴിക്ക് എല്ലാവരും ഉണ്ട്. വിനയ് പോട്ട്, നമ്മുടെ ചെമ്പൻ, ഇതെല്ലാവരും ഇരിക്കും അകത്ത്. പിള്ളേർക്ക് സിനിമാടന്മാരൊന്നും മനസ്സിലായി. എല്ലാം ഈ ചാക്കിന്റെ പോലത്തെ കളറുള്ള ഡ്രസ്സൊക്കെ അല്ലേ. പിള്ളേരിങ്ങനെ നിന്നിട്ട് ഈ നടന്മാരെ നോക്കുന്ന സമയത്ത് ഈ ഡയലോഗ് നടക്കുമല്ലേ, അയ്യോ ഇറങ്ങി ഓടി. അത് ടീച്ചർ അങ്ങാട് പോയി, മെമ്പർ ഇങ്ങാട് പോയി, 3 ടീച്ചർ ഇങ്ങാട് ചെതറിപ്പോയി ഈ സാധനം. അതാണെന്ന് അത് ഇവൻ എന്റെ വൈഫും പിള്ളേരും വന്ന് കേട്ടാ. അല്ല ആരാലും ചെതറിയല്ലോ. ഈ നസീറെ ഒരു മ്യൂസിക് കളിക്കാൻ പോയടത്ത് നാടക സംഘത്തിന്റെ പറ്റിയായിരുന്നു. മൊത്തം പറ്റിയില്ല ഇതിന്റെ ജീവിതത്തിലുള്ളത്. എന്തായിരുന്നു അത്? അതേ സംഭവം എന്താ വെച്ചാല് ഞങ്ങളുടെ മിമിക്രിക്ക് മുമ്പ് അവിടുത്തെ ക്ലബ്ബുകാര് ഈ സംഘടനയുടെ ആൾക്കാരെല്ലാരും കൂടി ഒരു നാടകം അവിടെ നടത്തുന്നുണ്ട്. നാറാണത്ത് പ്രാന്തൻ എന്നാണ് നാടകത്തിന്റെ പേര്. അപ്പൊ നല്ല സെറ്റും ഒക്കെ ഇട്ട് നല്ല രസമാണ് കാണാൻ. ഒരു മലയുടെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ പ്രോഗ്രാം. അപ്പൊ ഞങ്ങൾ നാരായണത്ത് പ്രാന്തൻ, അത് കഴിഞ്ഞിട്ട് 3-4 പ്രാന്തന്മാർ. അത് രണ്ടാമതാണ് ആ പ്രാന്തൻ. അതിൽ ഈ പ്രാന്തനും ഉണ്ട്. സംഭവം ഇതാണ്, സീൻ നടന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം ഫ്രണ്ട് ഇരുന്ന് കണ്ടോണ്ടിരിക്കുക. സീൻ ഇതാണ്, നാരായണത്ത് പ്രാന്തൻ ഈ വലിയൊരു പാറ, ഭയങ്കര ഒരു പാറ ഇങ്ങനെ ഉരുട്ടി മലയുടെ മേളിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അതാണ് സീൻ. അപ്പൊ ഓഡിയൻസിന്റെ ഇടയിൽ ഞങ്ങളൊക്കെ ഉൾപ്പെടെ കൈയടിച്ചു. അപ്പൊ ഇതിങ്ങനെ ഉരുട്ടി ഈ പുള്ളിയാണ് ഭയങ്കര ഭയങ്കര ത്യാഗങ്ങളെല്ലാം ലൈറ്റൊക്കെ ഉള്ളിടെ കണ്ണൊക്കെ ഇങ്ങോട്ട് തള്ളിക്കുക, ബൾബ് പോലെ നിൽക്കുക. ഈ സാധനം അത്ര വെയിറ്റ് ഉള്ള സാധനമല്ലേ. തള്ളി ഇങ്ങനെ മേളിൽ കൊണ്ടുപോയി പുള്ളിയുടെ ബാലൻസ് സെറ്റി പോയിട്ട് പാറ നേരെ മറിഞ്ഞ് അപ്പുറത്തേക്ക് ഓഡിയൻസിന് അങ്ങോട്ട് വീണ്. അപ്പൊ അവിടെ ഇരുന്ന് 2 വയസ്സുള്ള ഒരു പയ്യൻ മാമാടെ കയ്യിൽ പോയ പാറ ആയാസപ്പെട്ട് ഉരുട്ടി കയറ്റിയതല്ലേ അത്. ചെറിയ മാമന്റെ സാധനം. എന്നിട്ട് ഇതിലൊന്നും തീർന്നില്ല. പുള്ളി ഈ ചരക്കം കൊടുത്ത ഈ സാധനം എടുത്ത് വീണ്ടും മാമ ഇനി എനിക്ക് മേലെന്ന് ചരക്കം താഴെ ഇരുന്നു. ഇനി പോയാൽ ഞാൻ എടുക്കത്തില്ല അല്ലേ.